അളിയാ ഇങ്ങനെ ഒരച്ച തൊലി കാണൂല്ലോ അളിയാ. പിന്നെ അവിടെ തൊലൂരിയ ചേട്ടനെ ഒരു രസം കാണുന്നില്ല കേട്ടോ. നീയൊക്കെ കുളിച്ചാ? പിന്നെ എപ്പാ? ഞാൻ ഇന്നലെ വൈകുന്നേരം. മെനഞ്ഞാന്ന്. എടാ ദൂരോട്ട് മാറി കിണറ്റിന്റെ സൈഡിൽ നിന്ന് മാറിയടാ. എന്താ അളിയ സമാനപ്പെടാളിയാ, നമ്മള് തോട്ടിൽ നിന്നല്ല പറഞ്ഞത്. ഏത് തോട്ടിൽ നിന്ന് വന്നാലും പ്രശ്നമാണ്. പണ്ടുള്ള ആളുകളെ കിണ്ടിയിൽ വെള്ളം വെച്ചേക്കണ എന്തിനെന്ന് അറിയാമോ? പിന്നെ കാല് കഴുവാൻ. എന്തിന് കാലി വേണേ? കിണ്ടി വെള്ളം ഉണ്ടായിട്ടുണ്ട്. എടാ പോടാ എണീറ്റ്. എടാ അവർക്ക് അറിയായിരുന്നു പുറത്തുനിന്ന് വരുമ്പോഴത്തേക്ക് കീടാണുക്കളായിട്ടാണ് വീട്ടിൻ്റെ അകത്തോട്ട് പറഞ്ഞതെന്ന്. അതുകൊണ്ട് കാലൊക്കെ കഴുകി ശുദ്ധത വരുത്തിയിട്ട് അവരെല്ലാം വീട്ടിൻ്റെ അകത്തോട്ട് കയറുള്ളായിരുന്നു. സത്യം തന്നെ കേട്ടോ, അളിയൻ പറഞ്ഞ സത്യമാണ്. ഇതുപോലത്തെ ഒരു കാര്യം അളിയൻ്റെ സംസാരിക്കാനാണ് നമ്മൾ സത്യം പറഞ്ഞ ഇപ്പോൾ വന്നത്. എന്തോന്ന് കാര്യം? എന്തോന്നടാ ചേട്ടൻ കുളി നിർത്ത്, അളിയൻ പറയും കാര്യം. കുളി നിർത്താൻ പറ്റില്ല, നീയൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ പോ. അളിയ നമ്മളവിടെ നിന്ന് കീടാണുക്കളെ മാറ്റണമില്ല നമ്മളെ വീട്ടിൽ നിന്ന്. അളിയ ആദ്യം ഒരു കാര്യം ചെയ്യണം. എന്തോ കാര്യം? നമ്മളെ പൈങ്കിളിയെ ഒന്ന് ശുദ്ധി വരുത്തണം. നിനക്ക് ശുദ്ധ വരുത്തി? ഞാനാണോ വരുത്തേണ്ടത്? അല്ല, എനിക്ക് കീടാണുക്കളെ പേടിയില്ലല്ലോ. പനി ഒന്ന് കിടക്കുമ്പോഴത്തേക്ക് താനെ പേടിയൊക്കെ വന്നോളും. അതല്ല അളിയ, ഞാൻ പറഞ്ഞ അവള് കേൾക്കുകയൊന്നുമില്ല. എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറുതലയും പറഞ്ഞുകൊണ്ട് അവള് എന്നെ ഓടിച്ചു വിടും. അളിയനാകുമ്പോൾ അതിൻ്റെ രീതിക്ക് പറഞ്ഞ് അവളെ മനസ്സിലാക്കണം. അളിയനാണ് ഇനി അവളെ നല്ലൊരു സ്ത്രീയാക്കി മാറ്റേണ്ടത്. ചേട്ടനെ അറിയാമോ, പൈങ്കിളി ഒരു ചുരിദാർ 2 ആഴ്ച ഇടും തിരിച്ചും മറിച്ച്. അത് മാത്രമല്ല അളിയ, അവള് ഫാൻ തുടയ്ക്കൂല, ബെഡ്ഷീറ്റ് മാറ്റൂല, അവള് തുണി നനയ്ക്കൂല, ബാത്റൂം കോലും കഴുകുകളില്ല. ബാത്റൂമും കഴിവില്ലേ? സത്യം. നിനക്കും ഇതൊക്കെ ചെയ്യല്ല? എന്തിന്? എനിക്ക് കീടാണുക്കളെ പേടിയില്ലല്ലോ. ചേട്ടന്റെ റൂം ഭയങ്കര റൂം വലിയ ദൂരം ഒന്നുമില്ല കേട്ടോ. കീടാണുക്കളെ നേരമായിട്ടങ്ങ് വരും പാട്ടും പാടി. ഓടാ നടന്ന് അളിയ ശകാരിക്കുമ്പോഴേ അളിയ എന്റെ ഷട്ടം കൊണ്ടും കൂടെ ഒന്ന് കഴുകി തരാൻ പറഞ്ഞ അളിയ. തുമ്മിട്ടത് എനിക്ക് തുമ്മണ്ടേ? ഓ കീടാണ് തുമ്മല് കീടാണോ? അമ്മ ആശേ എടി ചൂടുവെള്ളം കൊണ്ടാ. ബ്ലീച്ച് പൗഡർ കഴിവേണ്ടത് കീടാണോ? എടാ തുമ്പല്ലടാ ചെറുക്കാ, തുമ്പല്ലേ നീ. ചൂടുവെള്ളം എടുത്തിട്ട് വാ, ചൂടുവെള്ളം എനിക്ക് കുടിക്കാൻ. ഇതിന്റെ അകത്ത് തുമ്മിയിട്ട് തുമ്മിയപ്പോ അതിനകത്ത് വീണ് കൊറേ കീടാണു. അത് സാരല്ല, നിങ്ങൾ കേറുവാ. അളിയ അവനെ പനിയൊന്നുമില്ല, അവനെ പൊടിയടിച്ചത്. നീ ചേട്ടാ വെള്ളം കുടിച്ചൊക്കെ മറ്റേ കീടാണ് വേണമെങ്കിൽ. ബാത്റൂമിന്റെ അകത്ത് ക്ലീൻ ചെയ്യണ്ടേ? നീ ക്ലീൻ ചെയ്ത് ഇടൂലല്ലോ. മുറ്റത്തപ്പ് കീടാണൂല്ലേ? മുറ്റത്ത് കീടാണുണ്ടെന്ന്. മുറ്റത്ത് കീടാനും കുഴപ്പമില്ല. ഞാൻ കാലിൽ എഴുതിട്ട് അകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം എടുത്തോണ്ടാ എനിക്ക്. എന്റെ ചേട്ടത്തി ചേട്ടന് മൂത്ത് ഭ്രാന്തല്ല, ഇത് വേറെന്താ കണ്ടത്? ഇച്ചിരി കൂടിയായിട്ട് നോക്കിയാണ് ഇരിക്കുന്നേ. ചൂടുവെള്ളം കൊണ്ട് കുളിക്കട്ടെന്ന്. നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ അച്ഛനും ഭയങ്കര വൃത്തിക്കാരനായിരുന്നു. പിന്നെ എനിക്കത് മറക്കാൻ പറ്റുമോ? എൻ്റെ അമ്മ ഒരു ദിവസം ഞാൻ ചോറുണ്ണായി കൈ കഴുകാതെ ഇരുന്ന് കൊടുത്തു. ഓ, അതിനുശേഷം ചോറെന്ന് കേട്ടാൽ ഞാൻ കുളിച്ച് വൃത്തിയായിട്ടേ പോയിരിക്കും. അത്രയ്ക്ക് ഞാനൊന്ന് കേട്ടില്ലേ? നല്ലതാ ഓർമ്മയുള്ളത്. ഇനി ആ പാരമ്പര്യം കാണും ആയിരിക്കും ഉത്തമനെ. പിന്നെ പാരമ്പര്യം അങ്ങനെ ഒരു ദിവസം കൊണ്ട് സംഭവിക്കൊന്നുമില്ല. ഇതൊന്നുമല്ലമ്മ, എനിക്ക് തോന്നുന്നത് മിക്കവാറും ആ ഡോക്യുമെന്ററി കണ്ട് പേടിച്ചു പോയതായിരിക്കും. ഇത് ശരിയാവില്ല കേട്ടോ. ആ സുമേഷ് ഒന്ന് തുമ്മിന്ന് പറഞ്ഞ അങ്ങനെ അവിടെ കുളിക്കാൻ തുടങ്ങിയിട്ട് 3/4 മണിക്കൂറായി. 3/4 മണിക്കൂറായോ? എനിക്ക് തോന്നണേ ഇന്ന് കെട്ടിലെ വെള്ളം മുഴുവൻ കുളിച്ചു തീർക്കുമെന്നാ. അത് മാത്രല്ല, പുള്ളി കുളിക്കുന്നത് പോട്ടെ, നമ്മളെല്ലാരും ഇടയ്ക്കിടയ്ക്ക് കുളിക്കണമെന്നാ ഇപ്പൊ പറയുന്നത്. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? ഏയ്, അതിനവൻ സമ്മതിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അയ്യോ, നീ വിഷമിക്കണ്ട മോളെ, ചിലപ്പോ 2 ദിവസം കഴിഞ്ഞങ്ങ് മാറുമായിരിക്കും. അച്ഛാ, തേപ്പൊട്ടി വാങ്ങണം. എന്തോന്ന്? തേപ്പൊട്ടി വാങ്ങണമെന്ന്. ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ. ആ ഉള്ള ഒരെണ്ണം ചേട്ടൻ എടുത്തോണ്ട് വെച്ചിരിക്കുക. വേറെ ആരെ കൊണ്ടും തൊടിയിപ്പിക്കത്തില്ല പോലും. തേപ്പൊട്ടി മാത്രമല്ല, ഈ വീട്ടിലെ സകല സാധനങ്ങളും ഒരെണ്ണം കൂടെ വാങ്ങുന്നത് വളരെ നല്ലതാണ്. കാരണം ഒരെണ്ണം ചേട്ടനും ഒരെണ്ണം ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കാനും. നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ ഇതിനാര് കാശ് മുടക്കും? നീ കൊടുക്കണം. എന്റെ ദൈവമേ, ഇതെല്ലാം കറങ്ങി തിരിച്ച് എന്റെ മണ്ടയ്ക്ക് തന്നെ വന്ന് വീഴുന്നല്ലോ. പിന്നെ ഇവിടെ ആരോട് പറയാനാ? പറ അച്ഛമ്മ തേപ്പൊട്ടി വാങ്ങിച്ചു തരാൻ.
വാങ്ങിച്ചോടാ തേപ്പൊട്ടി. ഓ എനിക്കെല്ലാം മനസ്സിലായി കേട്ടാ. എന്ത്? ആ എന്റെ കയ്യിരിക്കണ കാശ് ചെലവാക്കാൻ വേണ്ടിട്ട് നിങ്ങളെല്ലാം കൂടെ കാണിക്കുന്ന ഉടായ്പ നാടകമല്ലേ ഇത്? ബെസ്റ്റ്. എന്റെ പൊന്നച്ച, ഈ വീട്ടിൽ എന്ത് നടന്നാലും അത് അച്ഛനെ പറ്റിക്കാനുള്ള നാടകമാണല്ലോ പറയുന്നത്. കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ ഇനിയിപ്പം മരിച്ചാലും അവൻ പറയത്തില്ല വെള്ളത്തുണി അവനെ കൊണ്ട് മാരിപ്പിക്കാനാന്ന് പറഞ്ഞോണ്ടാണെന്ന്. കറക്റ്റാ അച്ഛമ്മ പറഞ്ഞിരിക്കും. ആന്നോ? കൂടുതൽ കിണിക്കൊന്നും വേണ്ട കേട്ടാ. എനിക്ക് എല്ലാത്തിനും നല്ല ഡൗട്ട് ഉണ്ട്. അല്ലാതെ ഒരു ദിവസം കൊണ്ടൊന്നും ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കൊന്നുമില്ല. ശരിയാ. ഓ ഓ ഓ. കള്ളത്തരങ്ങളൊക്കെ ഞാൻ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്തുവാ അച്ഛാ? ഓ എന്താ അച്ഛമ്മ അച്ഛൻ ഇങ്ങനെ ആയി പോയത്? എന്താ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കൂല. നിങ്ങൾക്ക് ഇനി എപ്പോഴും ഉപ്പും തച്ചോണ്ടിരിക്കാം. ഇങ്ങനെ ഫോട്ടോ എടുക്കും. ഫോട്ടോ ഫോട്ടോ എടുത്തോ. എടുത്താ എടുത്താ അതെ സൂപ്പർ കണ്ണ അടിപൊളി. എന്നെ നന്നായിട്ട് എടുക്കുന്നുണ്ട്. എന്തോ ചെയ്യണേ? ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫോട്ടോ ഫോട്ടോ എടുക്കണ കൂടി നിന്ന് ഫോട്ടോ എടുത്ത കീടാണുക്കൾ വരും. ഇതെന്താ പെട്ടെന്ന് അത് തോന്നി. അങ്ങോട്ട് മാറിയില്ല ചെല്ല്. ഇന്നലെ ഞങ്ങൾ ഇതേപോലെ കൂടിയിരുന്ന് ഫോട്ടോ എടുത്തല്ലോ. അപ്പൊ അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെയാ? ആ ഇന്നലെ പറഞ്ഞില്ല. ഇന്നലെ കണ്ടപ്പോഴത്തേ ഇന്നലെ അച്ഛൻ വിരൽത്തുമ്പിലെ കൊലയാളി കണ്ടത്. വിരൽത്തുമ്പിലെ കൊലയാളിയാ? ആ കീടാണുക്കളെ കുറിച്ച് പറയുന്ന ഒരു ഡോക്യുമെന്ററി. എന്റെ പൊന്നുമക്കളെ, അത് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് നമ്മളെ തന്നെ തൊടാൻ വേണ്ടി പേടിയാവും. പിന്നെന്തിനാ അച്ഛൻ കാണാൻ പോയെ? പൊന്നുമക്കളെ, പേര് കേട്ടപ്പോഴേ ഏതോ വാടക കൊലയാളിയുടെ കഥയെന്ന് പറഞ്ഞാണ് അച്ഛൻ കാണാൻ വേണ്ടി ഇരുന്നത്. കണ്ടു കഴിഞ്ഞപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. നന്നായി. അതുകൊണ്ടേ മക്കളെ, വൃത്തിയാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ പോയി കുളിക്കൂ. 3 നേരം കുളിക്കണം. 3 നേരോ? ഒരു നേരം കുളിക്കുന്നതിന്റെ പാട് എനിക്കറിയാം. എന്നാ 2 നേരം കുളിച്ചാൽ മതി. ചെല്ല്. ഇപ്പൊ തന്നെ പോയി കുളിക്കണോ? ഇപ്പൊ തന്നെ കുളിക്കണം. പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. പൈങ്കിളിയുടെ റൂമിൽ കയറല്ലേ. കണ്ണനെയും കൊണ്ടുപോകല്ലേ കേട്ടാ. കണ്ണൻ പോവൂ. കണ്ണ പോലെ കേട്ടോ മക്കളെ. അതിന്റെ അകത്ത് നിറയെ ബാക്ടീരിയ, വൈറസ്. വൈറസ്ടാ. വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പായല്, വിഷച്ചെടി എല്ലാം ഉണ്ട് അതിന്റെ അകത്ത്. കേരള മക്കളെ. ഞങ്ങൾ ആ റൂമിൽ ചെന്നിട്ട് ഈ വക സാധനങ്ങളൊന്നും ഞങ്ങൾ കണ്ടില്ലല്ലേ. ഇതൊന്നും കണ്ണി കാണാൻ പറ്റാത്ത സാധനങ്ങളാണ് മക്കളെ. നിങ്ങൾ പോയി കുളിക്ക്. ചെല്ല്. പോ. അച്ഛനെ വിശ്വസിക്കും. പോ. ഇപ്പൊ തന്നെ കുളിക്കണോ? ഇപ്പൊ തന്നെ കുളിക്കണം. അല്ല, കുളിച്ചിട്ട് കളിക്കല്ലേ? കുളിച്ചിട്ട് കളിക്കാം, പക്ഷെ ദൂരെ മാറി എന്നുള്ള കളി കളിക്കണം. അതേത് കളി? അങ്ങനെ ഏതെങ്കിലും ഒക്കെ കളിയാണ്. നിങ്ങൾ പോയി കുളിക്ക്. പോ. അച്ഛാ, എനിക്ക് ഒരു സംശയം. അപ്പച്ചിയുടെ മുറിയിൽ എന്തൊക്കെ കാണും? വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പായല്, വിഷച്ചെടി. വിഷച്ചെടി കാണാൻ പറ്റൂലേ? നീ പോടാ മക്കളെ. പോയി ചെന്ന് കുളിയടാ. കണ്ണനെയും കൊണ്ടുപോണേ. സൂക്ഷിച്ചോണേ. എടി, അവിടെ തറയിലൊക്കെ കുത്തി എങ്ങനെ കൈയൊക്കെ കുത്തിയിട്ട് കൈക്കൊക്കെ പോയി കഴുകു. പോ. ചെല്ല്. ഒരച്ചടിച്ച് കഴുകു. പോ. പൈങ്കിളിയെ കണ്ട അടുത്തൊന്നും പോവല്ലേ. ഡേഞ്ചർ ആണേ. പോവില്ല